ലയോ 14 പാപ്പ വത്തിക്കാൻ കൂരിയിൽ നടത്തിയ ആദ്യ ഉന്നത നിയമനം ഒരു സന്യസ്തയുടേത്. പാവപ്പെട്ടവരുടെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ എന്ന കോൺഗ്രിഗേഷന്റെ മുൻ സുപ്പീരിയർ ജനറലായിരുന്ന സിസ്റ്റർ തിസിയാന മെർലത്തിയെ മെയ് 22 വ്യാഴാഴ്ച പാപ്പ സമർപ്പിത ജീവിതക്കാർക്കായുള്ള ഡിക്കാസ്ട്രിയിൽ സെക്രട്ടറിയായി നിയമിച്ചു. വത്തിക്കാനിൽ ഒരു ഡിക്കാസ്ട്രിയുടെ പ്രഥമ വനിതാ അധ്യക്ഷയെ നിയമിക്കപ്പെട്ട സിസ്റ്റർ സിമോണ ബ്രിംബില്ലയുടെ കീഴിലായിരിക്കും സിസ്റ്റർ മെർലത്തി സേവനമനുഷ്ഠിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനപ്രകാരം 2025 ജനുവരിയിൽ സമർപ്പിത ജീവിതക്കാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായി നിയമിക്കപ്പെടുന്നതുവരെ സിസ്റ്റർ ബ്രിംബില്ല നിർവഹിച്ചിരുന്ന ചുമതലയിലേക്കാണ് ലയോ 14 പാപ്പ സിസ്റ്റർ മെർലത്തിയെ നിയമിച്ചത്. 1950 സെപ്റ്റംബർ 30 ഇറ്റലിയിലെ തെറേമോ പ്രവിശ്യയിലുള്ള പിനേത്തോയിൽ ജനിച്ച സിസ്റ്റർ മെർലത്തി 1986 പാവപ്പെട്ടവരുടെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ എന്ന കോൺഗ്രിഗേഷനിൽ തൻ്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തിയത്. 2004 മുതൽ 2013 വരെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ എന്ന കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ച സിസ്റ്റർ മെർലത്തി റോമിലെ അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായും സുപ്പീരിയർ ജനറൽമാരുടെ അന്താരാഷ്ട്ര സംഘത്തിൽ കാനോനിക വിദഗ്ധ എന്ന നിലയിലും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കർദിനാൾ ആംഹേൽ ഫെർണാണ്ടസ് അർത്തിമേയാണ് സമർപ്പിത ജീവിതക്കാർക്കും അപ്പസ്തോലിക ജീവിതക്കാരുടെ സമൂഹങ്ങൾക്കുമായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.